ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഈസി ആയിട്ടൊരു ഗോതമ്പ് റവയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ചു. പാനൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ലേശം ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പോ നമുക്ക് എന്താ വീട്ടിലുള്ള അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഉഴുന്ന് പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് ചേർത്തു. അതിനുശേഷം നമുക്ക് കുറച്ച് നിലക്കടല ചേർക്കാം. നിലക്കടല, പൊട്ടുകടല നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചേർക്കാം. ഞാനിവിടെ നിലക്കടല ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിലക്കടല ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയ്ക്ക് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ അംഗനവാടിയിലെ ഉപ്മാവൊക്കെ കഴിച്ചിട്ട് അതിലിങ്ങനെ നിലക്കടലയും മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അംഗനവാടി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അംഗനവാടി കഴിഞ്ഞിട്ട് നമുക്ക് മിസ് ചെയ്തില്ലേ, ഈ ഉപ്മാവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തില്ലേ. ഞാൻ വലുതായിട്ടും ഈ ഉപ്മാവ് മേടിക്കാൻ വേണ്ടി അംഗനവാടിയിൽ പോയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പണ്ടത്തെ ഈ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ അങ്ങനെ നമുക്ക് വരില്ലേ അല്ലേ. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് സവോള ചേർക്കാം. ചെറിയൊരു പീസ് സവോള ചേർത്താൽ മതി. ഓവറായിട്ടൊന്നും ചേർക്കേണ്ട. ചെറിയൊരു പീസ് സവോള ചെയ്ത ശേഷം നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ കടലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയണം. അതുപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കാം. നമുക്ക് ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പട്ടാണി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമുക്ക് അത് ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർത്തുള്ളൂ. വീട്ടിൽ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം ഗോതമ്പ് റവ ചേർത്തു. നമുക്ക് എത്രയാണ് വേണ്ട എത്ര ഗോതമ്പ് റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ ക്യാരറ്റിലും കടലയിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആവണ വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ഇങ്ങനെ 2 സെക്കൻഡ്സ് ഒന്ന് നമുക്കിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കണേ. നമുക്ക് എത്രയാണ് ആവശ്യം ഒന്ന് ആ ഉപ്മാവ് ഒന്ന് മുങ്ങി കിടക്കാനുള്ളത്ര വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഉപ്മാവിന് ആവശ്യമുള്ളത്ര ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വതക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക. നമ്മുടെ ഉപ്മാവ് അവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഗോതമ്പ് റവ ഉപ്മാവ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും